മുട്ടയും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ പറ്റുന്ന അത്രയും നന്നായിട്ടൊന്ന് ഇതൊന്ന് പൊടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 3 മുട്ട ഒന്ന് വേവിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം 2 കൈയും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി ഒന്ന് എടുക്കാം. അതിനുശേഷം ഞാനൊരു മുട്ടയിൽ നിന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ഓരോ പീസ് കട്ട്ലറ്റ് എടുത്ത് ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം 2 ബ്രെഡ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് പൊടിയിലേക്കൊന്ന് ഇട്ട് നല്ലതുപോലെ ഒന്ന് ബ്രെഡ് പൊടി വെച്ചൊന്ന് കോട്ട് ചെയ്ത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട കട്ട്ലറ്റ് റെഡിയായി കഴിയും. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.